കോഴിക്കോട് വോട്ടിംഗ് മെഷീനിൽ ചിഹ്നത്തിന്റെ വലുപ്പത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ പരാതി. കോണി ചിഹ്നത്തിന് വലുപ്പമില്ല എന്നാണ് ലീഗിന്റെ പരാതി. നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശോധനാ കേന്ദ്രത്തിലാണ് സംഭവം. ലീഗിന്റെ പരാതിയെ തുടർന്ന് പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലീഗിന്റെ പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഇവിടെ ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ വളരെ ചെറുതാണ്. നമ്മളെ സംബന്ധിച്ച് ഇതിൽ ഏണിച്ചിഹ്നമാണ് നമ്മളത്. പക്ഷെ ആ ഏണിച്ചിഹ്നം രണ്ടാമതാണെങ്കിൽ അത് വളരെ ചെറുതായിട്ട്, മറ്റുള്ള ചിഹ്നങ്ങളെല്ലാം വലിയതായിട്ട് വരുന്നുണ്ട്. ഏണിച്ചിഹ്നം ഒരു വര പോലെയാണ് കാണുന്നത്. അത് കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് അത് ഒരു വരയായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പരാതി നിർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട്. ഒബ്സർവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങൾ നടപടിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് ഇതായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. PS രഞ്ജിത്താണ് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഒരു ചിഹ്നം മാത്രം ചെറുതായി വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല, ഇത്തവണ സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട പാർട്ടികൾ മുന്നിൽ വരികയും താഴേക്ക് അങ്ങനെയല്ലാത്ത സ്വതന്ത്രരുടെയൊക്കെ ചിത്രവും ചിഹ്നവും വരികയാണ് സാധാരണ വരാറ്. പേരും ചിഹ്നവും വരികയാണ് വരാറ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് കേൾക്കുന്നു. അതും ഒരു വിഷയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പറഞ്ഞപ്പോൾ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ കോണി മാത്രം ചെറുതായി പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? കണ്ടോ രഞ്ജിത്ത്? സ്മൃതി, അതിന്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. നമുക്കും ആ ചിത്രം ലഭ്യമാണ്. ആ ചിത്രത്തിനകത്ത് ഈ കോണി ചിഹ്നം കാണുമ്പോൾ കോണിയുടെ 2 വരകൾ ചേർത്ത് ഒരൊറ്റ വര പോലെയാണ് കാണുന്നത്. അങ്ങനെ ഒറ്റ വര പോലെ കാണുമ്പോൾ സാധാരണ ആളുകൾക്ക് ഈ കോണി ചിഹ്നം തിരഞ്ഞാൽ കാണില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ലീഗിന്റെ ഒരു പരാതി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില വാർഡുകളിലൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തോടൊപ്പം ചേർത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് പയ്യാനക്കൽ വാർഡിൽ അവിടെ ബാറ്റാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതും ലീഗ് വിമതനായിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ബാറ്റ് ചിഹ്നമാണ്. അതിന് തൊട്ടു താഴെയാണ് കോണി ചിഹ്നമുള്ളത്. ഒറ്റ നോട്ടത്തിൽ കോണിയും ബാറ്റും ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുന്ന ഒരുപോലെ കാണാൻ പറ്റും എന്നുള്ളതാണ് ലീഗ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കോണി ചിഹ്നം കോണിയായി തന്നെ കാണണമെങ്കിൽ ആ ചിഹ്നം കുറച്ച് വലുപ്പത്തിൽ ആ കോണിയുടെ എല്ലാ ഫീച്ചേഴ്സും കാണത്തക്ക രീതിയിൽ വേണമെന്നുള്ളതാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രവും താമരയും ഒക്കെ വലിയ ചിഹ്നമായി നിൽക്കുമ്പോൾ കോണിയുടെ ചിഹ്നത്തിന്റെ വലിപ്പം കുറവാണ് എന്നും അത് വോട്ടർമാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും, ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്നുള്ളതാണ് ലീഗ് പരാതി കൊടുത്തത്. എന്നാൽ ജില്ലാ കലക്ടർ വന്ന് സ്കെയിൽ വെച്ചത് പരിശോധിച്ച് നോക്കി. ചില ചിഹ്നങ്ങൾ വലിപ്പക്കുറവുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നാണ് ലീഗ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലൊന്നും ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്ന മറുപടി പറഞ്ഞ് ജില്ലാ കലക്ടർ ഈ പരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് മടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഈ വോട്ടിംഗ് മെഷീന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗ് ഈ വോട്ടിംഗ് മെഷീൻ പരിശോധന നടത്തുന്ന കേന്ദ്രത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അവർക്ക് ഈ വോട്ടിംഗ് മെഷീനിൽ പരാതിയില്ല എന്ന് ഒപ്പിട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ലീഗ് കേന്ദ്രങ്ങൾ നമുക്ക് നൽകുന്ന മറുപടി. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.